ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വീഡിയോ മുഴുവനും കാണാം. എൻ്റെ കയ്യിലുണ്ടല്ലോ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ബ്ലൗസ് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി പാർട്ടി വെയർ ബാഗാണ് തയ്ച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെയുള്ള ബ്ലൗസുകളൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇതുപോലത്തെ ബാഗ് ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ ഈ ഒരു ബാഗ് തയ്ച്ച് കഴിഞ്ഞാൽ. ബാഗ് തയ്ക്കാനായിട്ടേ നമ്മുടെ ബ്ലൗസുകൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് എടുക്കാതിരിക്കുക കേട്ടോ. കുറച്ചും കൂടി നല്ല വർക്കൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എടുത്ത മോഡലായാലും ഇതുപോലത്തെയൊക്കെ ഇത്തിരി വർക്കായിട്ടൊക്കെ ഉള്ള ബ്ലൗസുകൾ ഇപ്പോൾ നമ്മുടെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് തയ്ച്ചിട്ടുള്ള ബ്ലൗസായിരിക്കും. അപ്പോൾ തീരെ ഇടാൻ പറ്റാതെയൊക്കെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ബ്ലൗസും അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു കുറേ വർഷം മുപ്പാടി ഇരിക്കുന്ന ബ്ലൗസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് കുറേ നാളായിട്ടോ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇരിക്കണേ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളൊരു അടിപൊളി ബാഗ് തയ്ച്ചെടുക്കുക എന്നുള്ള പ്ലാൻ വന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് കൊണ്ട് ബാഗ് തയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ബ്ലൗസിൻ്റെ കൈയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് എടുക്കുന്നത്. ബാഗ് തയ്ക്കാനായിട്ട് ബ്ലൗസ് എടുക്കുമ്പോൾ എപ്പോഴും ബ്ലൗസിന് കയ്യിറക്കുള്ളത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ബ്ലൗസ് എടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ കയ്യിറക്കുള്ള ബ്ലൗസ് ഇല്ലാത്ത കാരണമാണ് ചെറിയ കൈയുള്ള ബ്ലൗസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയ്യിറക്കുള്ളതാണെങ്കിലേ നമുക്കെന്ന് വെച്ചാൽ അതിൽ വേറെ പീസ് വെച്ചിട്ട് ഇറക്ക് കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പീസ് തന്നെയായിട്ട് ബാഗ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ബ്ലൗസിൽ നിന്ന് കൈയിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു നമ്മൾ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, കൈയിൻ്റെ തുമ്പ് തൊട്ടിട്ട് നമ്മൾ ഷേപ്പാക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കൈയിൻ്റെ ഭാഗത്തൊക്കെ നമ്മുടെ ആ ഒരു നൂലൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം. പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ ആ ഒരു ബാഗിനെ കുറച്ചും കൂടി വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് തുണി കട്ട് ചെയ്തിട്ട് നമുക്ക് കൂട്ടി തയ്ച്ചെടുക്കാം കേട്ടോ. വേറൊരു തുണി വെച്ചിട്ട് കൂട്ടി തയ്ച്ച് ഇറക്ക് കൂട്ടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിറക്കുള്ള ബ്ലൗസ് എടുക്കാൻ പറയണത്. അപ്പം നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ താഴ്വശം നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് വശമായാലും താഴ്ഭാഗം നമ്മൾ കൂട്ടി തയ്ച്ച് ബാക്കിലേക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് മേൽഭാഗത്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വലിയ പീസായിട്ട് കൈയിൻ്റെ ആ ഒരു ഭാഗം തുണി കിട്ടും. ആദ്യത്തെ കൈയിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കൈയിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ കൈയിലേ അതിൻ്റെ തെറ്റുവശം ഉണ്ടല്ലോ താഴത്തെ ഭാഗം, അത് ഇതുപോലെ എടുത്തിട്ട് മേലക്കൂടെ വെക്കുക കേട്ടോ. എന്നിട്ട് ഒരൊറ്റ വട്ടം തയ്ച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ഇത്തിരി കട്ടിയുള്ള തുണിയായ കാരണേ മടക്കിയിട്ട് നമ്മൾ പതിച്ച് തയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ ഭയങ്കര കനം വരും. അപ്പോൾ അത് കാരണം ഇതുപോലെ മേലക്കൂടെ എടുത്ത് തയ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കനം കുറഞ്ഞ തുണിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ മടക്കി തയ്ച്ചിട്ട് പതിച്ച് തയ്ച്ചെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ രണ്ട് കൈയും ഇതുപോലെ കറക്റ്റായിട്ട് ഒപ്പം വയ്ക്കുക. അതിന് ശേഷം എന്തായത് ഇതേപോലെ നടു മടക്കി വെച്ചിട്ട് മേൽവശം ഉണ്ടല്ലോ മേൽഭാഗത്ത് നിന്നിട്ട് ഒരു യു ഷേപ്പിന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ആ ഒരു ഭാഗം. കൈയിൻ്റെ മേൽവശം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴ്ഭാഗത്തേക്ക് ഇത് ഇതേപോലെ സൈഡ് ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നിട്ട് ഇതേപോലെ തന്നെ ഒരു 1.5 ഇഞ്ചൊക്കെ ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഒരു ഷേപ്പാണ് കേട്ടോ കിട്ടുക. വലിയ കൈയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് തയ്ച്ച് കഴിയുമ്പോഴേ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തയ്ച്ച കൈ ഉണ്ടല്ലോ അത് ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറായാലും എടുത്താൽ മതി. നമ്മളൊരു പഴയ കവറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കവറ് താഴ്ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കൈയിൻ്റെ ഷേപ്പിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ ലൈനിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈനിങ് പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാഗ് തയ്ക്കാനായിട്ട് ലൈനിങ്ങിന് ഞാൻ നമ്മുടെ പഴയ ചുരിദാറിൻ്റെ പീസൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കളർ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ മെറ്റീരിയൽ വെച്ച് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള കളയാനൊക്കെ മാറ്റി വെച്ചിട്ടുള്ള തുണികളില്ലേ അതെടുത്താലും മതി കേട്ടോ. ഇത് ഉള്ളിലേക്ക് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ ഉള്ളിലേക്ക് പോണ ഭാഗമായ കാരണം അത് കാണില്ല. അപ്പോൾ നമുക്ക് ഏത് കളറും ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം ആ ഒരു കൈയിൻ്റെ ഷേപ്പിന് ഈ ഒരു തുണിയും കൂടി കറക്റ്റ് വെട്ടിക്കൊടുക്കുക.
ബാഗ് തയ്ക്കാനുള്ള മെയിനായിട്ടുള്ള തുണികളും അതിൻ്റെ ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പച്ച കളറുള്ള സിബും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു 2 പീസ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മെയിനായിട്ടുള്ള തുണിയും നമ്മുടെ കവറിൻ്റെ പീസും താഴ്ത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കറക്റ്റ് ഒപ്പം വെച്ചിട്ട് നടു മാർക്ക് ചെയ്തിട്ട് നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് സൈഡ് ഭാഗത്തേക്ക് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ടെക്ക് ഇട്ട് കൊടുക്കാനാണ്. ആദ്യം തന്നെ നമുക്ക് കവറും ഈ ഒരു തുണിയും വെച്ചിട്ട് ഒന്ന് സൈഡിൽ കൂടെ നമുക്ക് വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാം. നമ്മൾ ആ ടെക്കിടുന്ന സമയത്തേ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതെ ഒപ്പിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുന്നത്. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 3 ടെക്ക് നമുക്ക് 1/2 ഇഞ്ചോളം വെച്ചിട്ട് തയ്ച്ചെടുക്കണം. അപ്പം മേൽഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ വീതിയിൽ വന്നിട്ട് ആ ടെക്ക് അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വീതി കുറച്ചിട്ട് വേണം കേട്ടോ വരാനായിട്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇതേപോലെ ടെക്കിട്ട് കൊടുക്കാം. മെയിനായിട്ടുള്ള നമ്മുടെ ബാഗിൻ്റെ തുണിയിൽ നമ്മൾ 3 ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗ് തയ്ച്ച് വരുമ്പോൾ ഇതുപോലെ ആ ഒരു ടെക്കും കൂടിയുള്ള കാരണം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ആ ഒരു ലൈനിങ് പീസ് ഇതുപോലെ ബാഗിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കാം കേട്ടോ ഈ ഒരു തുണിയുടെ. ഇതിന് ശേഷം നമുക്ക് ആദ്യം ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്തിട്ട് ഉള്ളിലോട്ട് മറച്ചിടാം. മറച്ചിട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാം, ഇല്ലെങ്കിൽ തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉള്ളിലോട്ട് ഇട്ടിട്ട് സൈഡ് ഭാഗം ഒന്ന് തയ്ച്ചെടുത്താലും മതി. ഇതുപോലെ തയ്ച്ചെടുക്കുന്ന സമയത്തേ നമ്മുടെ ലൈനിങ് തുണിയുടെ സൈഡ് ഭാഗമൊക്കെ ഇത്തിരി കൂടുതലുണ്ടാവും കേട്ടോ. നമ്മുടെ ഈ ഒരു മെയിനായിട്ടുള്ള തുണിയിൽ ടെക്കിട്ട് വന്നപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്ച്ചതിൻ്റെ ശേഷം ആ കൂടുതൽ നിൽക്കുന്ന ലൈനിങ് തുണീനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ബാഗിൻ്റെ ഒരു സൈഡിലത്തെ തുണി നമ്മൾ കംപ്ലീറ്റ് ലൈനിങ്ങും എല്ലാം വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പീസും കൂടി ഉള്ളതിൽ ഇതേ രീതിക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റാക്കി നല്ല വൃത്തിയിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ 2 മെയിൻ ആയിട്ടുള്ള പീസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഇരിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗിന് വള്ളി തയ്ച്ചെടുക്കണം. അപ്പോൾ വള്ളി തയ്ക്കാനായിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ വെട്ടി കഴിഞ്ഞിട്ട് വേസ്റ്റ് വന്നിട്ടുള്ള ഭാഗത്തെ തുണി ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ഷോൾഡർ ഭാഗം കൂടി വരുന്നത്, ആ ഒരു ഭാഗത്ത് ഷോൾഡർ നമ്മൾ വേറെ പീസ് വെച്ചിട്ടല്ല കേട്ടോ കൂട്ടി തയ്ച്ചിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കാരണം തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നേരെ കട്ടിങ് ഇല്ലാത്ത പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ 2 തുണികൾ വെച്ച് കൂട്ടി തയ്ച്ചിട്ടാണ് കേട്ടോ നമുക്ക് ബാഗിന് വള്ളി തയ്ച്ചെടുക്കുന്നത്. ബാഗിന് വള്ളി തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും മേലത്തെ വെക്കുന്ന ഒരു തുണി ഉണ്ടല്ലോ വർക്കുള്ളത്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ ആ ഒരു ലൈനിങ് തുണിയുടെ കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 2 തുണിയും കൂടി വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു വള്ളി തയ്ച്ചെടുത്തിട്ടുള്ളത്. പഴയ ബാഗിനുള്ള നല്ല ഭംഗിയുള്ള വള്ളികൾ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാഗിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സിബ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സിബ് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നമ്മുടെ ഈ ഒരു തുണീനെ കറക്റ്റ് ഒപ്പം വയ്ക്കുക, മേൽഭാഗത്ത് കൂടെ തയ്ച്ചെടുക്കുക. അപ്പോൾ അതേ രീതിയിൽ 2 വശത്തും തുണി നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വേറെയുള്ള നമുക്ക് തിരിച്ച് മറച്ചടിക്കുക അങ്ങനെയുള്ള പണികളൊന്നും ഇല്ല. ഈ ഒരു ബാഗിന് സിമ്പിളായിട്ട് സിബ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ബാഗിൻ്റെ വള്ളി നമുക്ക് 2-3 തരത്തിൽ ഇതിൽ പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു മോഡൽ കാണിച്ചു തരാം. നമ്മൾ ഇതേ രീതിക്കല്ല കേട്ടോ വെക്കുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് തുണി എടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ അളവിൽ വള്ളി തയ്ച്ചിട്ട് ഉള്ളിൽ വെച്ച് തയ്ക്കാം. അപ്പോൾ ഇതേപോലെ ബാഗ് തിരിച്ചിടുമ്പോൾ പുറത്തേക്ക് നിൽക്കും കേട്ടോ. ആ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു വലിയ വള്ളീനെ ഇട്ടിട്ട് നമുക്ക് കോർത്തെടുത്ത് നമുക്ക് തോളത്തിടാനായിട്ട് എളുപ്പത്തിന് അങ്ങനെ ആക്കി എടുക്കാം. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വള്ളി മാത്രം നമുക്കിതിൽ തയ്ച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മൾ തയ്ച്ചിട്ടുള്ള വള്ളീനെ നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറം ഭാഗത്താണ് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സിബ് വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം ബാഗിൻ്റെ 3 സൈഡ് വശവും കൂടി നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. സൈഡ് വശത്ത് ആദ്യം തയ്ച്ച് കഴിഞ്ഞിട്ട് അവിടെ വന്ന് കുത്തി നിർത്തിയതിന് ശേഷം
താഴ്വശം ഇതേപോലെ റൗണ്ട് ചെയ്യുക, വീണ്ടും അവിടെ വന്ന് കുത്തി നിർത്തിയിട്ട് സൈഡ് വശം തയ്ച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സിബിൻ്റെ ഭാഗത്ത് വീണ്ടും പറയാണ് കേട്ടോ, കെട്ടിട്ടിട്ട് എടുക്കണം. ബാക്കി നീണ്ടു നിൽക്കുന്ന ആ ഒരു സിബിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ബാഗിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ബാഗിനെ നമുക്ക് സിബ് തുറന്നിട്ട് തിരിച്ചിട്ടിട്ട് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ടെന്ന്. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം ഉള്ളിൽ കൂടെ കൈ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് ഭാഗത്ത് തുണിക്ക് ഉള്ളിലേക്ക് നിൽക്കുന്നതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ബാഗിനതേ മറച്ചിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ വർക്കുള്ള മെറ്റീരിയലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലേ, അതായത് ബ്ലൗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ചെറിയ വള്ളി വെച്ചിട്ട് മേൽഭാഗത്ത്, അതായത് ആ ഫ്രണ്ട് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ഹാൻഡ് ബാഗ് പോലെ ഉപയോഗിക്കാനും പറ്റും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് വള്ളിയൊക്കെ വെച്ചിട്ട് താഴത്തേക്ക് നിൽക്കുന്ന തരത്തിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗിൽ വള്ളി തയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിബ് കുറച്ച് തുറന്നതിന് ശേഷം ആ ഒരു സൈഡ് ഭാഗത്ത് ഇതിൻ്റെ വള്ളിയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലോട്ട് വെച്ചിട്ട് കറക്റ്റ് സ്ക്വയർ പോലെ ആക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ബാഗിൻ്റെ ഈ ഒരു സൈഡിലും കൂടിയിട്ട് സ്ക്വയർ പോലെ തയ്ച്ചെടുക്കാം. ഈ ഒരു മോഡൽ ബാഗിന് ഇതുപോലെ വള്ളി തയ്ക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നമുക്ക് എളുപ്പം, പെട്ടെന്ന് തയ്ക്കാനും പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബാഗ് കാണാനും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ബാഗ് തയ്ക്കുന്ന കൂട്ടുകാരാണെങ്കിൽ പോലും ഈ ഒരു ബാഗ് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അത്ര എളുപ്പമാണ് ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട്. ഇടാതെ വെച്ചിരിക്കുന്ന ബ്ലൗസുകളൊന്നും ഇനിയപ്പോൾ വെറുതെ കളയണ്ട കേട്ടോ. ഇതുപോലെ നല്ല നല്ല ബാഗുകൾ തയ്ച്ച് നമുക്കിതേ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഈ ഒരു ബാഗിന് ഇതുപോലെ തുണി വെച്ചിട്ട് തന്നെയുള്ള വള്ളി ഇടണമെന്നില്ല കേട്ടോ. ഈ ഒരു ബാഗിന് നമ്മൾ ആദ്യം കാണിച്ച പോലെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പീസ് തുണി വെച്ച് തയ്ച്ചിട്ടേ പുറത്തേക്ക് ഒരു ഹുക്ക് പോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെയുള്ള നല്ല നല്ല ബാഗുകളുടെയൊക്കെ വള്ളികൾ ഉണ്ടാവുമല്ലോ, ചങ്ങല പോലത്തെയൊക്കെ മോഡൽ വരുന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ഗോൾഡൻ കളറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ലുക്കും കിട്ടും നമ്മുടെ ഒരു ബാഗിന്. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ കംപ്ലീറ്റ് പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു ലുക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ടൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മുടെ ആ ഒരു തയ്ച്ച പോലെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഒപ്പം നിൽക്കില്ല കേട്ടോ. അതായത് നമ്മളിതുപോലെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലാണ് ആ ഒരു ബാഗ് നല്ല ഭംഗിയിൽ നിൽക്കുക. ഇതുപോലെയുള്ള ബ്ലൗസുകളൊക്കെ വെച്ചിട്ട് ബാഗ് തയ്ച്ചെടുക്കുകയാണെങ്കിലേ ഇനി നമുക്ക് പാർട്ടിക്കൊക്കെ പോണ സമയത്ത് അടിപൊളിയായിട്ട് മിന്നി തിളങ്ങിയിട്ട് നമുക്ക് പോകാട്ടോ ഇതുപോലെയുള്ള ബാഗുകളൊക്കെ ഇട്ടിട്ട്. നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ ഇതുപോലെ ബ്ലൗസുകൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാഗ് ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.